നിലമ്പൂരിൽ ത്രിവർണ തരംഗം. നിലമ്പൂരിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ഉജ്ജ്വല വിജയം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എം സ്വരാജിന് മുന്നേറാനായില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ നേടിയ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. 20,000-ഓളം വോട്ടുകൾ PV അൻവർ നേടിയതും ഇടതുപക്ഷത്തിന് ഇരട്ട പ്രഹരമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്കായി മാധ്യമപ്രവർത്തകരായ CL തോമസ്, KJ ജേക്കബ്, TJ ശ്രീലാൽ, N ശ്രീകുമാർ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ CL തോമസ്, അങ്ങനെ പറഞ്ഞ് ചർച്ച തുടങ്ങുന്നതിനകത്തൊരു ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ലല്ലോ സാധാരണ നമ്മൾ വിളിക്കാറ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും തോമസ് ചേട്ടാ, ഇപ്പോൾ നമ്മൾ നിലമ്പൂർ വെച്ച് തന്നെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ കുറേ വിലയിരുത്തിയതാണ്. അന്ന് ഏതാണ്ട് ആലോചനയിൽ വന്നതുപോലെയൊക്കെ തന്നെയാണ് ഏതാണ്ട് ഇപ്പോൾ ഫലം വരുമ്പോഴും നമുക്ക് വിലയിരുത്താൻ കഴിയുക, അല്ലേ? കാരണം ഒരു 20,000 വോട്ട് 25,000 വോട്ട് അൻവർ പിടിക്കും എന്നുറപ്പിച്ചാണ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ഏതാണ്ട് അങ്ങനെ തന്നെയാണെന്ന് വേണം കരുതാൻ ഹർഷൻ. ഇതിലെ അൻവർ 20,000 വോട്ട് വരെ പിടിക്കാനുള്ള ഒരു സാധ്യത, അതിൽ പ്രധാനമായിട്ടുമുള്ളൊരു കാര്യം, അൻവർ നിൽക്കുമ്പോൾ പലപ്പോഴും ഇടതുപക്ഷ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ അത് UDFൻ്റെ വോട്ടുകളായിരിക്കും പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അൻവർ 9 വർഷമായി അവിടെ LDFൻ്റെ MLA ആയിരുന്നു. അപ്പോൾ LDF പ്രവർത്തകരുമായി നല്ല ബന്ധം കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അൻവർ എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്തായാലും അൻവറിന് വോട്ടായി ചെറിയ തോതിലെങ്കിലും കിട്ടും എന്നായിരുന്നല്ലോ നമ്മളന്ന് നിരീക്ഷിച്ചതും. ഏതാണ്ട് അത് ശരിയായിരിക്കുമാണ്. മാത്രവുമല്ല, ഇതിൽ ചില ഫലങ്ങൾ ശ്രദ്ധേയമാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മുനിസിപ്പാലിറ്റിയിലും നോക്കിയാൽ ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അമരമ്പലം പഞ്ചായത്തും വളരെ കൃത്യമായ സൂചന തരുന്നുണ്ട്. അമരമ്പലം പഞ്ചായത്ത് LDFൻ്റെ ഒരു ശക്തമായ കോട്ടയാണ്. 2021 1492 വോട്ടിൻ്റെ ലീഡ്, അത് അൻവർ 2700 വോട്ടിന് മാത്രം ജയിച്ച സമയത്ത് അമരമ്പലം പഞ്ചായത്തിൽ നിന്ന് 1492 വോട്ടിൻ്റെ ലീഡ് കിട്ടിയതാണ്. അതേപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും അൻവറിന് 1000-ന് മേളിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 1000-ന് മേളിൽ വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ 2000-ലധികം, കൃത്യമായിട്ട് എനിക്ക് 3000-നടുത്ത് വോട്ടിൻ്റെ ലീഡ് UDFന് കിട്ടിയിട്ടുണ്ട്. അമരമ്പലം പഞ്ചായത്തിൽ ഏതാണ്ട് 800-ഓളം വോട്ടുകളുടെ ലീഡും കിട്ടിയിട്ടുണ്ട്. ഇത് നൽകുന്ന സൂചന തീർച്ചയായിട്ടും LDF വോട്ട് അടിത്തറയിലും അൻവറിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മറിച്ചൊരു ചോദ്യം വേണം നോക്കാൻ. എനിക്ക് അൻവർ ഇല്ലായിരുന്നെങ്കിൽ LDF ജയിക്കുമോ എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അൻവർ ഇല്ലായിരുന്നെങ്കിൽ, അൻവർ നിന്നില്ലായിരുന്നെങ്കിലും ഈ ഫലം തന്നെയാണ് വരിക. പക്ഷേ ഇത് LDFന് കിട്ടാമായിരുന്ന വോട്ടിൽ കുറേ അൻവറിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോൾ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ഇലക്ഷനിൽ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, നിലമ്പൂർ എന്നുള്ള നിയമസഭാ മണ്ഡലം അതിൻ്റെ സ്ഥിരമായി അത് കാണിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ സ്വഭാവം ഇക്കുറിയും അത് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു LDFന് അവിടെ വിജയിക്കണമെങ്കിൽ, അതായത് രാഷ്ട്രീയമായിട്ട് സാമാന്യം പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു മണ്ഡലം, അവിടെ LDFന് ജയിക്കണമെങ്കിൽ UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിലൊരു 15,000 വോട്ടെങ്കിലും വന്നിട്ടുള്ള സമയത്ത് മാത്രമേ LDF അവിടെ ജയിച്ചിട്ടുള്ളൂ. 65-ാം മണ്ഡലം ഉണ്ടായതിനു ശേഷം 4 പ്രാവശ്യം മാത്രമാണ് LDF അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അതാണ് ഞാൻ തിരിച്ചു വരാം. KJ, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ LDFന് കിട്ടിയ വോട്ടുകളുടെ ഒരു കണക്ക് നോക്കിയാൽ ഏതാണ്ട് 60,000-ന് മേൽ വോട്ട്, ഏതാണ്ട് 60,000 61,000 അടുത്ത് വോട്ടാണ് 2011 കിട്ടിയത്. ഇപ്പോൾ നോക്കിയാൽ ഒരു 66,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ആനുപാതികമായി അവരുടെ ഒരു അടിസ്ഥാന വോട്ടിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വർധന എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വോട്ടുകൾ, അതായത് മറുഭാഗത്ത് നിന്ന് കൂടുതൽ വോട്ടുകൾ ഇങ്ങോട്ട് കണ്ടെത്താനുള്ള ഒരു ശേഷി അത് എം സ്വരാജിനും ഉണ്ടായില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം അപ്പുറത്തേക്ക് LDFൻ്റെ വോട്ടുകളാണ് ചോർത്തിക്കൊണ്ടുപോയത് എന്നുള്ള വിലയിരുത്തൽ ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നടത്തുമ്പോഴും അൻവർ കൊണ്ടുവന്ന കുറേയേറെ വോട്ടുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. അത് അൻവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണ്ടേ കരുതാൻ? ഞാൻ അങ്ങനെ കരുതിയത് കൊണ്ടാണ് ഞാൻ 2011 വോട്ട് ഞാനും എടുത്തു വെച്ചത്. 2011
1,34,000 വോട്ട് 1,36,000 വോട്ടോ വെച്ചാണ് പോൾ ചെയ്തത്. അതിൻ്റെ അകത്തു നിന്നാണ് 60,000 വോട്ട് LDF കാൻഡിഡേറ്റിന് കിട്ടുന്നത്. ഇപ്പം 1,76,000 വോട്ടുണ്ട്, അതായത് 38,000 വോട്ട് കൂടുതൽ ഉണ്ട്. ആ 38,000 വോട്ട് കൂടുതൽ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 6,000 വോട്ടേ LDF കൂടുതൽ കിട്ടുന്നുള്ളൂ. അതെ. UDF അന്നുണ്ടായിരുന്ന 66-ൽ നിന്ന് അവർക്കത് 77 ആക്കാൻ വേണ്ടി 11-12,000 വോട്ട് അവർക്ക് കൂടുതൽ കിട്ടി. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം LDF ഒരു കോംപ്രഹെൻസീവ് ഡിഫീറ്റാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി, അവിടെ നിന്നുള്ള സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി, നമ്മൾ നിലമ്പൂർ നിങ്ങളുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ സാധാരണഗതിയിൽ ഒരു CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് പോലും സ്വരാജിന് ഇഷ്ടമുള്ള മനുഷ്യരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സ്വരാജ് എന്നുള്ള കാൻഡിഡേറ്റിൻ്റെ അയാൾ സ്വന്തമായിട്ട് പിടിച്ച വോട്ട് കൂടി മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഉണ്ടെങ്കിൽ CPMൻ്റെ ഈ പെർഫോമൻസ് ഭയങ്കര മോശമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അത് അപ്പുറത്തുനിന്നോട് അവരുടെ നമ്മൾ ഇവിടെ കണ്ട ബൈ ഇലക്ഷൻ പോലെയല്ല, ഇവിടെ CPMൻ്റെ ശരിക്കുള്ള വോട്ട് പോലും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതിനകത്ത് അൻവർ പിടിച്ച വോട്ടുകളുണ്ട്, അതൊരു ഫാക്ടറാണ്. പക്ഷേ നമ്മൾ അൻവർ വന്നു അൻവർ പോയി എന്ന് കണക്കാക്കിയാലും LDFൻ്റെ സാധാരണഗതിയിൽ 38,000 വോട്ട് കൂടുതൽ വരുമ്പം അതിനകത്ത് പകുതി വോട്ട് LDFന് കിട്ടേണ്ട വോട്ടല്ലേ, അത് കിട്ടുന്നില്ല. അത് ന്യായമായിട്ടും കിട്ടേണ്ട വോട്ടാണ്. ഇനിയിപ്പോൾ അത് ഭരണവിരുദ്ധ വികാരമില്ല, ന്യൂട്രലാണ് എന്ന് കരുതിയാൽ പോലും അതിൻ്റെ അകത്ത് LDFന് കിട്ടേണ്ട വോട്ട് കിട്ടിയിരുന്നില്ല. ഇതിനേക്കാൾ മികച്ച ഒരു ക്യാൻഡിഡേറ്റിനോ ഇതിനേക്കാൾ മികച്ച ഒരു ക്യാമ്പയിനോ അവർക്ക് നടത്താം. LDFന് നടത്താൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പയിനാണ് നടത്തിയത്. ഇതിൻ്റെ അകത്തുള്ള ഇതിൽ കൂടുതൽ ഒരു പൊളിറ്റിക്സും പറ്റില്ല, ഒരു ക്യാമ്പയിൻ്റെ ഇൻറ്റൻസിറ്റിയും പറ്റില്ല. അപ്പം അതിൻ്റെ അകത്ത് സീരിയസ് ആയിട്ടുള്ള മനുഷ്യർ എന്നിട്ടും കൺവിൻസ്ഡ് അല്ല എന്നുള്ളതെങ്കിൽ അതിൻ്റെ അകത്ത് സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ LDF മനസ്സിലാക്കേണ്ടി വരും. റൈറ്റ്, അതാണ് എൻ്റെ സംശയം. ഇത് ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്കിപ്പോൾ അളക്കാൻ തക്കവണ്ണം തന്നെ ഈ റിസൾട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരം എന്നുള്ളത് ഇതിന് മുമ്പ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. LDFന് ഒരു മൂന്നാം ഭരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേരളത്തിലെ വനം വകുപ്പാണ് എന്നുള്ള കാര്യം ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏകദേശം 40% പഞ്ചായത്തുകളിലെ മനുഷ്യരുടെ ജീവിതം ഏകദേശം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്രശ്നത്തോട് അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായിട്ടാണ് LDF പെരുമാറിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു വശത്ത് കേരളത്തിൽ ഇതുവരെ ഒരു സർക്കാരും ചെയ്യാത്തതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട്. അതിൽ ഇൻകമ്പയറബിൾ ആണ്, താരതമ്യങ്ങളില്ലാത്ത വിധത്തിൽ ഈ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും 40% ഹർഷൻ, എനിക്ക് വളരെ അതിശയകരമായ ഒരു കാര്യം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ 60 തെങ്ങുള്ള ഒരു മനുഷ്യൻ കടയിൽ പോയി തേങ്ങ വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ട് കേരളത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കാം, ഇത് കേരളത്തിലെ ഏകദേശം 40% മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്താണ് കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്നത്? ഇതൊന്നും പോരാഞ്ഞിട്ട് അതിൻ്റെ തലയിൽ കൂടെ ഒരു ഫോറസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജ് ഈ വോട്ട് കൊണ്ട് കിട്ടൂലായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാന നിമിഷം തീർച്ചയായിട്ടും അവിടെ അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ പ്രധാനമായും ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് അൻവർ അവിടെ ക്യാമ്പയിനെ നയിച്ചത്. പ്രധാനമായും ആവർത്തിച്ച് അൻവർ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് വനം വകുപ്പിനെതിരെയാണ്. ആ കാര്യത്തിൽ അൻവറിന് അവിടെ ഇപ്പോൾ അൻവറിൻ്റെ ഒരു വോട്ട് ഷെയർ എടുത്ത് പരിശോധിക്കുമ്പോൾ മലയോര മേഖലയിൽ നിന്ന് അൻവറിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താനും. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് അൻവർ മുന്നോട്ട് വെച്ച പ്രചാരണ വിഷയങ്ങൾക്ക് കൂടി അവിടെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. ശ്രീലാലിനും ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലാണോ ഉള്ളത്? ഈ അൻവറിൻ്റെ ഒരു ക്യാമ്പയിൻ ഇവിടെ ഒരു ഘടകമായിട്ടുണ്ട്. അൻവർ അല്ല അവിടെ വിജയിച്ചിരിക്കുന്നത്, വിജയിച്ച ആൾ ഷൗക്കത്താണ്. നമ്മൾ ഷൗക്കത്തിലേക്കും ഷൗക്കത്തിൻ്റെ വിജയ കാരണങ്ങളിലേക്കും തന്നെയാണ് വരേണ്ടത്. എങ്കിൽ കൂടി അൻവറാണല്ലോ അവിടുത്തെ ഈ പറഞ്ഞ രണ്ട് ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടന്നത്. ഒന്ന് അൻവറിൻ്റെ ആഹ്ലാദ പ്രകടനം, തോറ്റ അൻവറിൻ്റെ ആഹ്ലാദ പ്രകടനവും ജയിച്ച ഷൗക്കത്തിൻ്റെ ആഹ്ലാദ പ്രകടനവും. അതുകൊണ്ട് തന്നെ അൻവറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അൻവറിന് ഇവിടെ നിന്ന് അൻവറിന്റെ രാഷ്ട്രീയം തുടങ്ങാനുള്ള വലിയ ചവിട്ടുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അൻവർ ലഭിച്ചിരിക്കുന്നത്. അൻവർ സ്വതന്ത്രമായി മത്സരിച്ചു.
അൻവറിന് ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് കേന്ദ്ര നേതൃത്വത്തിന് അൻവറിനെ അംഗീകരിക്കേണ്ടി വരും. കാരണം അവർ പറഞ്ഞതും അത് തന്നെയാണ്. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ തലത്തിലുമുള്ള ഒരു സഹകരണം ആലോചിക്കാവുന്നതായിരുന്നു. അതിൽ അൻവറിന്റെ തൃണമൂൽ പത്രിക തള്ളിപ്പോയത് അൻവറിന് ഗുണകരമായി എന്നുകൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ നമ്മൾ പറയണം. കാരണം ഇത്രയും അധികം വോട്ട് പിടിക്കാൻ അൻവറിന് കഴിഞ്ഞു എന്നത് സ്വന്തമായി നിന്ന് മത്സരിച്ചു എന്ന് പറയുമ്പോൾ അൻവറിന്റെ വ്യക്തിത്വം കൊണ്ട് മാത്രം അൻവർ കൊണ്ടുവന്ന വോട്ടാണ് ഇത് എന്നുള്ളതാണ്. അതിൽ പ്രധാന ഘട്ടം KJ പറഞ്ഞതുപോലെ ഈ പറയുന്ന മലയോര മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിനെ വലുതായിട്ട് ഉള്ള പ്രചാരണ വേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ ഇവിടെ സർക്കാർ വിരുദ്ധ തരത്തേക്കാൾ സർക്കാരിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ഈ പറയുന്ന കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ ഒരു ഐക്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വടകര തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിൽ ഒരു വലിയ ഐക്യം ഉണ്ടായിരിക്കുന്നു. ആ ഐക്യം കോൺഗ്രസിന് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഇവിടെ ഒരു വലിയ മുന്നേറ്റം, അതും കോൺഗ്രസിന്റെ ഈ വിജയത്തിൽ കാരണമായിട്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഇനി അങ്ങോട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു അൻവറിന് വേണ്ടിയുള്ള വാതിൽ തുറന്നിട്ടാണ്. ആ വാതിൽ പൂട്ടുണ്ടാക്കുന്നത് വാതിൽ തുറക്കാനും അടയ്ക്കാനുമാണ് എന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് അവസാനത്തേക്ക് വരുമ്പോൾ VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ VD സതീശൻ വ്യക്തമായി പറഞ്ഞു ഇല്ല, അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല എന്ന് VD സതീശൻ വ്യക്തമാക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ KPCC പ്രസിഡന്റ് നിലപാട് മാറ്റുന്നു. അല്ല, അതിപ്പോഴും അറിഞ്ഞ അധ്യായം തന്നെയാണ് എന്ന്. ഈ രാഷ്ട്രീയം കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉയർന്നുവരാൻ പോവുകയാണ്. അവിടെയും ഈ ഇതുപോലെ ജയിച്ചു നിൽക്കാൻ UDF സാധിക്കുമെന്നതാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ കാണുന്നത്. റൈറ്റ്. ശ്രീകുമാർ, എന്തായാലും UDFന്റെ ഒരു കെട്ടുറപ്പ് അത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് അവിടെ എത്ര കഠിനമായാണ് പ്രവർത്തിച്ചത് എന്നുള്ളത്, എത്ര ഗംഭീരമായാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മളവിടെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ തങ്ങൾ കുടുംബത്തിനെതിരെ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, സുന്നി സംഘടനകൾക്കെതിരെ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവിടെ ഈ മുസ്ലിം ജനസാമാന്യം വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടാവില്ല UDFനൊപ്പം എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നു ചർച്ചകൾ പോയത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ലീഗിൻ്റെ കുടുംബയോഗങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തമുണ്ടായി. അവർ കൈമയും മറന്ന് പ്രവർത്തിച്ചു. ആ ഐക്യത്തിൻ്റെ ഗുണം അവിടെ ഉണ്ടായി. ഇത് ഈ ടെമ്പോ ഇങ്ങനെ 2026 വരെ കൊണ്ടുപോകാൻ UDFന് കഴിയും എന്ന് ഉറപ്പാക്കാൻ ഒരുപക്ഷെ ഇനി VD സതീശന് കഴിയും എന്നും നമുക്ക് കരുതാം, അല്ലേ? നമുക്ക് ഹർഷൻ, ഇതിൽ നമ്മൾ കാണേണ്ടത് ഇതിന് മുമ്പ് നടന്ന 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ അവിടെ കോൺഗ്രസിന് മാത്രമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ചേലക്കരയാണെങ്കിലും കോൺഗ്രസിൻ്റെ കയ്യിലാണ് അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ. കാരണം കോൺഗ്രസിന് അവിടെ ഒരു മുൻതൂക്കം ഉള്ളതുകൊണ്ട്. മറിച്ച് നിലമ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസ് ലീഗ് ഏകോപനം എന്നൊരു തത്വം വന്നിരുന്നു. ആ കോൺഗ്രസ് ലീഗ് ഏകോപനം വരുമ്പോൾ അത് UDFൻ്റെ കെട്ടുറപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതാണ് നിലമ്പൂരിലത്തെ ഈ ലീഗിൻ്റെ ആ ഒരു ഗുണപരമായ ഒരു സമീപനം അവിടെ ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഹർഷൻ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചല്ലോ. എന്തുകൊണ്ട് അതൊന്നോടെ ഫലപ്രദമാകാതിരുന്നേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഈ ഭരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അതൊന്ന് സ്വരൂപിക്കേണ്ട ഒരു ചുമതല മാത്രമേ കോൺഗ്രസിനും UDFനും ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു, പാർട്ടി സെക്രട്ടറി വന്നു, നേതാക്കൾ വന്നു, മന്ത്രിമാർ വന്നു. ഇതൊരു ഉപതെരഞ്ഞെടുപ്പിലാണ് കേട്ടോ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും കേന്ദ്രീകൃതമായിട്ട് മുഖ്യമന്ത്രിയും കൂട്ടരും വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് പോലും അവിടെ തോറ്റു. അതുപോലെ UDF ജയിച്ചത് കേന്ദ്രീകൃതമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൊണ്ടാണ്. ഇത് പൊതു തെരഞ്ഞെടുപ്പിൽ പറ്റില്ല. VD സതീശൻ എന്ന് പറവൂർ പോകണം, അതുപോലെ ഗോവിന്ദ മാഷക്കോ അതല്ലേ മുഖ്യമന്ത്രിക്കൊക്കെ വേറെ മണ്ഡലങ്ങളിൽ പോകണം. പക്ഷേ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഞാൻ വ്യക്തമായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ട്. കാരണം അവർക്ക് ഈ ഭരണത്തോടൊരു താല്പര്യമില്ല. 9 വർഷം ഭരിച്ചിട്ട് ഇവിടെ ശ്രീ ജേക്കബ് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് എപ്പോഴും UDF ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഒരു അഭിമാനകരമായ പദ്ധതി പറയൂ, നിങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പറയൂ. അപ്പോൾ അവരത് മറ്റേ UDF കാലത്ത് കൊണ്ടുവന്നൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നാണ് പറയുന്നത്. ഇവർ കൊണ്ടുവന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ KRAയിലാണ് അതിൻ്റെ അവസ്ഥ നമുക്കറിയാം, K4ൻ്റെ അവസ്ഥ നമുക്കറിയാം, മറ്റുള്ളത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പദ്ധതി അവർക്കില്ല. അപ്പോൾ പിന്നെ അത് പോയി. പിന്നെ എങ്ങനെയാണ് ഇവർ LDF ഈ ജനങ്ങളെ സമീപിച്ചത്? അപ്പോൾ LDF ജനങ്ങളെ സമീപിച്ചത് എന്താണ്? മാറ്റമുണ്ടായി എല്ലാ മേഖലകളിലും. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ല മാറ്റമുണ്ടായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് മാറ്റം എന്ന് ജനം ചിന്തിച്ചു.
വർദ്ധിച്ചു. ആരോഗ്യരംഗത്ത് മാറ്റം ഉണ്ടായിട്ടില്ല, ഒരുപാട് പേര് മരിക്കുന്നു, പേപ്പട്ടി വിഷബാധ, ആശുപത്രികളിലെ ശോചനീയാവസ്ഥ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സാമൂഹ്യ പെൻഷനുകൾ അത് കൃത്യമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കം വന്ന് തെറ്റിദ്ധരിപ്പിച്ചു. 18 മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി കുടിശ്ശികയുണ്ടാക്കി. എന്നിട്ട് അവർ അത് പറഞ്ഞപ്പോൾ അതിന് നമ്മുടെ KC വേണുഗോപാൽ പറഞ്ഞു, ഈ പെൻഷനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നതിലും ഭേദം അതിന് മുമ്പങ്ങ് കൊടുത്തുകൂടെ, ഇതൊരു കൈക്കൂലിയാണെന്ന് ചോദിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ കൈക്കൂലിയായിട്ട് വേണുഗോപാൽ ചിത്രീകരിച്ചു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ പഴയ അച്ചടിമാധ്യമ കാലത്താണെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഇതപ്പോൾ എടുത്ത് നോക്കും, ഇത് അങ്ങനെയാണോ പറഞ്ഞത്? അപ്പോൾ അതെല്ലാം പാളിപ്പോയി. പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ രാഷ്ട്രീയം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കേട്ടത് 3 പേരുടെ പ്രതികരണങ്ങളാണ്. ഒന്ന് ദേശീയ സെക്രട്ടറി MA ബേബി, 2 സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, 3 നമ്മുടെ സ്ഥാനാർത്ഥി സ്വരാജ്. അപ്പോൾ സ്വരാജിനോട് ചോദിച്ചു, ഗോവിന്ദൻ മാസ്റ്റർ RSS പ്രസ്താവന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നെഗറ്റീവ് ആയിട്ട് മാറിയെങ്കിൽ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് നെഗറ്റീവായിട്ട് മാറിയെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറുമെന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, ബേബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇത് LDF മണ്ഡലമല്ല UDF മണ്ഡലമാണ്. അങ്ങനെയൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? 16 വർഷമായിട്ട് LDF മണ്ഡലമല്ലേ? അപ്പോൾ 16 വർഷമായിട്ട് LDF മണ്ഡലമായ ഒരു സംഗതി പഴയ കാലത്ത് UDF മണ്ഡലമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിനുശേഷം എത്രയോ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ അവരവിടെ പരാജയപ്പെട്ടു. പിന്നെ മറ്റൊരു കാര്യം എന്താണ് അവർ പറഞ്ഞത്, സ്വരാജ് പറഞ്ഞ സ്ഥാനാർത്ഥി പറഞ്ഞത്, LDFൻ്റെ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നല്ലേ? അപ്പോൾ അതിന്റെ കൂടെ സ്വരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്തണമെങ്കിൽ എന്തൊക്കെയാണ് ഈ ഭരണം കൊണ്ടുണ്ടായത്? 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതി പ്രകാരം കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ പണ്ട് കറണ്ട് കട്ട് ഉണ്ടായിരുന്നു, പവർ കട്ട് ഉണ്ടായിരുന്നു, ആ പവർ കട്ട് ഇല്ലാതെയായി. അതുപോലെ ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചു. ഇതൊക്കെയാണ് ഈ സർക്കാർ ചെയ്തത്. അത് വേണ്ട എന്ന് ജനങ്ങൾ എന്തായാലും തീരുമാനിക്കില്ലല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് ഇതൊരു ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്താൻ കഴിയില്ല എന്നാണ് സ്വരാജ് പറഞ്ഞത്. അല്ല, അതായത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് ഇതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ജനം വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ലൈഫ് പദ്ധതി പറയുമ്പോൾ ലൈഫിൽ വീടുകൾ കഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടതും ഇന്ന് ചില ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു പരമ്പര തന്നെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പ്രവൃത്തിപഥത്തിലേക്ക് അത് വന്നിട്ടില്ല. പ്രവൃത്തിപഥത്തിലേക്ക് വരാത്തൊരു കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളില്ല. അവിടെയാണ് നമ്മൾ ആശാവർക്കർമാരുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് കാരണം? ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഗവൺമെൻറ് ചർച്ചയില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു രാഷ്ട്രീയ അഹങ്കാരമാണത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടു എന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ മുൻപ് ചർച്ച ചെയ്ത പോലെ ഈ അൻവറിനെ ഷൗക്കത്തിലെ സ്ഥാനാർത്ഥിയാക്കിയ ഉണ്ടായ പ്രശ്നങ്ങൾ, അല്ല യു ഡി എഫിലെ സതീശനിസം എന്ന് കൊണ്ടുവന്നു, പിണറായി എന്ന് കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവന്ന് ഈ അൻവർ കൊണ്ടുവന്നാണല്ലോ. ഇപ്പം അൻവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ വോട്ട് കിട്ടി, ശരി തന്നെ, പക്ഷേ നമ്മൾ രാഷ്ട്രീയം അറിയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ ഹർഷ, അൻവറിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ UDFൻ്റെ പരാജയം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ അൻവറിൻ്റെ രാഷ്ട്രീയത്തിന് വിജയം ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ PV അൻവർ ഒരു ഘടകമല്ല എന്ന് UDFന് വേണമെങ്കിൽ നാളെ പറഞ്ഞു നിൽക്കാം. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ UDFൻ്റെ നിലപാടിന് കിട്ടിയ അംഗീകാരം ആദ്യത്തെ പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് രമേശ് ചെന്നിത്തലയുടെയാണ്. രമേശ് ചെന്നിത്തല ഒറ്റയടിക്ക് പറഞ്ഞത് ഈ അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 25,000-അപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോയേനെ. ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഒത്തിരി ശ്രമിച്ചതാണ്, പക്ഷേ നടന്നില്ല എന്നുള്ള നിരാശ കൂടിയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുവച്ചത്. അതുകൊണ്ട് അൻവറിന് വേണ്ടി ശക്തിയുക്തം വാദിക്കാൻ ഇപ്പോഴും UDFൽ ആളുണ്ട്. അല്ല, കാണുമായിരിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവും. അതിലൊരുപാട് നമ്മളെന്താ പറയുക, അവരുദ്ദേശിച്ച ഒരുപാട് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ കാണും. അതെല്ലാ നേതാക്കൾക്കും ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്താണ്? അൻവർ ഇല്ലാതെ UDFന് 11,000 വോട്ട് കിട്ടി. നേരത്തെ ശ്രീ ജേക്കബ് പറഞ്ഞ പോലെ 38,000 വോട്ട് കൂടിയിട്ടും LDFന് അവിടെ അടിത്തറ ഭദ്രമാക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ആലോചിക്കുന്നത്, ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞെന്താണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴാണ് ജയിച്ചത്, പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ തോറ്റു, എന്നാലും അടിത്തറ ശക്തം. അങ്ങനെ വരുമ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പാർട്ടിക്ക് അടിത്തറ ശക്തമാകുന്നില്ല എന്നുള്ളതല്ലേ?
പാർട്ടി സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ലേ? അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന ചിഹ്നത്തെക്കാട്ടിലും വല്ല കൊടയോ ഒക്കെയാണ് നല്ലതെന്നല്ലേ ചിന്തിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള പല പരീക്ഷണങ്ങളും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇടതുമുന്നണി നടത്തിയിട്ടുള്ളതാണ് മുമ്പ്. അവരുടെ അടിസ്ഥാന വോട്ടുകൾ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ 2011 വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ അവർക്ക് 61,000 നിന്ന് 66,000 അവർക്ക് അവരുടെ അടിസ്ഥാന വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പുറത്തുനിന്ന് ഒരു വോട്ട് പോലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് കെ ജയും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ കോൺഗ്രസിന് അവരുടെ അടിസ്ഥാന വോട്ടുകൾ നന്നായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന്. ഞാൻ തിരിച്ചു വരാം CL-ലേക്ക്. തോമസ് ചേട്ടാ, ഇതിനകത്ത് ഒരു കാര്യം അവസാനിപ്പിച്ചോ ശ്രീകുമാർ അവസാനിപ്പിച്ചോ. അതായത് പറയാം, ഒരൊറ്റ കാര്യമുള്ളൂ. ഈ അടിസ്ഥാന വോട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ഈ 66,000 വോട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ CPI-ക്കാരുടെ വോട്ടില്ലേ, അതിൽ INL-ക്കാരുടെ വോട്ടില്ലേ, LDF-ന്റെ വോട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് LDF-ന്റെ വോട്ട് എന്ന് പറയുമ്പോൾ അതെ ഈ 66,000 LDF-ലെ ഘടകകക്ഷികളുടെ വോട്ടില്ലേ, 66,000 അതെ അതെല്ലാം ചേർത്തിട്ടാണ് ആകെയുള്ള വോട്ട്, ഇടതു മുന്നണിക്കാകെയുള്ള വോട്ട്. CPM എന്നുള്ള നിലയ്ക്കല്ല, ഇടതു മുന്നണിക്കാകെ. അതാ പറഞ്ഞ. അപ്പൊ പാർട്ടി അടിത്തറ ശക്തി എന്ന് പറയാൻ പാടില്ല, LDF-ന്റെ അടിത്തറ ശക്തി എന്ന് വേണേൽ പറയാം. അതെ, ബാക്കി ഘടകകക്ഷികളുടെ ഒരു വോട്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കണക്ക് കൂട്ടിയെടുക്കാനും പറ്റില്ല. തോമസ് ചേട്ടാ, ഇതിനകത്ത് ഇപ്പോൾ ഈ അൻവറിനെ ഒപ്പം നിർത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അടക്കം ആദ്യം പ്രതികരിച്ചത്. ഞാൻ അവിടെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ലീഗ് നേതാക്കൾ എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ ജയിക്കും, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, അൻവർ ഉണ്ടായിരുന്നെങ്കിൽ 25,000-ന് മേൽ ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ലീഗ് നേതാക്കൾ ആ ഒരു കാര്യവും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യം ഇപ്പോൾ കോൺഗ്രസിൽ ഉഗ്രപ്രതാപിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ. പക്ഷേ ഈ ചർച്ചകൾ സജീവമാകില്ല. അൻവറിനെ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അതിലിപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നപ്പോൾ തന്നെ വാതിലുകൾ അടയ്ക്കാനും തുറക്കാനുമുള്ളതാണ്, താക്കോൽ അതിനാണല്ലോ എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഒരു 2026 തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയായിരിക്കും UDF നടത്തുക എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് അത്തരമൊരു നീക്കത്തിൽ തെറ്റുള്ളതായും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അശ്വൻ നേരത്തെ പറഞ്ഞ അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരുമോ? ഞാൻ അക്കാര്യത്തിൽ സംശയാലുമാണ്. ഇപ്പോൾ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF-ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കുക, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചിരിക്കുന്ന LDF-ന്റെ 2021 വോട്ട് കണക്കുമായി നോക്കുമ്പോൾ, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. അതേപോലെ ഞാനിത് 2 കേസ് അമരമ്പലം പഞ്ചായത്തുമാണ് എടുക്കുന്നത്. കരുളായിൽ ചെറിയ തോതിലുള്ള ലീഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ 9 കൊല്ലമായി LDF പ്രവർത്തകരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വോട്ടുകൾ എന്നാണ് ഞാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ LDF-ന്റെ വോട്ട് മാത്രമാണ് അൻവർ പിടിച്ചത് എന്നല്ല. അൻവർ പിടിച്ചതിൽ UDF-ന് കിട്ടേണ്ട വോട്ടുമുണ്ട്. അതേസമയം അൻവർ സ്ഥാനാർത്ഥി അല്ലാതിരിക്കുകയും UDF-ന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ വോട്ടുകളേക്കാൾ കുറേക്കളെ വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളത് അങ്ങനെ ആലോചിക്കുന്നതാണ് യുക്തിസഹമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് 25,000-ലും അല്ലെങ്കിൽ അൻവർ ഇപ്പോൾ പഠിച്ച 21,000 പ്ലസ് 11,000 കൂട്ടിയത് 32,000 കണക്ക് കൂട്ടുന്നതിൽ കാര്യമായ രാഷ്ട്രീയ ഗണിതയുക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം അൻവർ നിൽക്കുമ്പോൾ അൻവറിന് കൊടുക്കുന്ന വോട്ടും UDF-ന് കൊടുക്കുന്ന വോട്ടും, അപ്പോൾ ഒരുപക്ഷെ ഇത്രയും വോട്ടുകൾ LDF-ൽ നിന്ന് ചോർത്തിയെടുക്കാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം. ഇത് അൻവർ പിടിച്ചതിൽ തീർച്ചയായിട്ടും UDF-ന്റെ വോട്ടുകളുമുണ്ട്. ആ വോട്ട് തീർച്ചയായിട്ടും UDF-ന് കിട്ടും. ഇതിൽ നിന്ന് കുറേക്കൂടെ വലിയ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകും. അങ്ങനെ പോകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ. ഇത് ഒരു സംസ്ഥാന അസംബ്ലിയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വോട്ട്, എല്ലാ ഭാഗത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയത്ത് അൻവർ മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്.
ആ രാഷ്ട്രീയ പ്രശ്നങ്ങളോടുള്ള പ്രതികരണം. അതിലേറ്റവും പ്രധാനം നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച ഈ മലയോര മേഖലയിലെ നമ്മുടെ വനം വകുപ്പിൻ്റെ ഇനാക്ടിവിറ്റി അല്ലെങ്കിൽ അനങ്ങാപ്പാറ നയം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മനുഷ്യജീവിതത്തെ ആ പ്രദേശങ്ങളിലെ കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാത്തരം ജീവിതമാർഗങ്ങളെയും മുട്ടിക്കുന്ന തരത്തിലുള്ള വന്യമൃഗം. ഇതിൻ്റെ അർത്ഥം വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്നല്ല. പക്ഷേ അതിൽ മനുഷ്യജീവിതത്തിന് സുരക്ഷ വരുത്താനും ഉള്ള ചില സാധ്യമായ നടപടികൾ പോലും വനം വകുപ്പ് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വികാരം ശക്തമായിട്ട് തന്നെ ഈ മലയോര മേഖലകളിലുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അത് ഫോക്കസിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ UDF കൂടെ നിർത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ കാര്യത്തിൽ ഈ വിജയം UDFൻ്റെ ഈ വിജയം ആധികാരികമായ വിജയമാണ്. ഇവിടെ തീർച്ചയായിട്ടും LDF തന്ത്രങ്ങൾ പാളുകയോ അല്ലെങ്കിൽ മറ്റേ ആനുപാതികമായിട്ട് പുതിയ വോട്ടുകളിൽ വർധനയുണ്ടായി. ഞാൻ പറഞ്ഞ ഇതിന് വേറെ അനുകൂല ഘടകങ്ങൾ LDFന് ഉണ്ടായിരുന്നു. അതിലൊന്ന് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. അപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വോട്ട് കിട്ടിയിട്ട് പോലുമാണ് 11,000 വോട്ടിന് തോക്കുന്നത്. അപ്പോൾ ഈ വിജയം UDFനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ വിജയമാണ്. അത് പലതരത്തിലുള്ള ഘടകങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചിന്ത, ആ ചിന്തയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. റൈറ്റ് KJ, ഇതിപ്പോൾ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ചർച്ചയാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ആ പ്രതീക്ഷയിലേക്കുള്ള പ്രയാണത്തിൽ ഇടതുമുന്നണിക്ക് എത്രത്തോളം തിരിച്ചടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് വരുന്ന വിലയിരുത്തലുകളൊക്കെ നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാൽ പുതുപ്പള്ളിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമാണ്, അതുപോലെ തൃക്കാക്കര കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ്. അങ്ങനെ തന്നെ കണക്ക് കൂട്ടേണ്ട ഒരു മണ്ഡലമാണ് ഈ അൻവർ ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഈ നിലമ്പൂർ. അതുകൊണ്ട് ഇതിനെയൊന്നും കണക്കാക്കേണ്ടതില്ല. വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങൾ താരതമ്യേന കുറവാണ് കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് കഴിഞ്ഞ മണ്ഡല പുനർനിർണയത്തിനൊക്കെ ശേഷം. അതുകൊണ്ട് നിങ്ങൾ എണ്ണി എടുത്തോളൂ, എന്തായാലും പിണറായി മൂന്നാം സർക്കാർ വരും എന്നൊക്കെ തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? എനിക്കതിൽ വിശ്വാസമില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ട്. അൻവർ ഉണ്ട് എന്നുള്ളതല്ല, അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ഈ പ്രശ്നം മാത്രമല്ല, പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേക്കുറിച്ച് എത്രയോ കാലമായി ഇപ്പം ഹർഷ അറിയാവുന്നതാണ്. ഈ സർക്കാർ അധികാരത്തിലേറ്റ് 2ാമത്തെ മാസം തുടങ്ങി എന്നെപ്പോലുള്ള മനുഷ്യർ പോലീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ശരിക്കും ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ശ്രീലാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വലിയൊരു നരേറ്റീവ് ഉണ്ടാക്കുവാൻ വേണ്ടി UDFന് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞു കേട്ട് നോക്കും, എവിടെയാണ് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ചോദിക്കുമ്പം അതില്ല, അതുകൊണ്ട് അതില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പം തിരുവനന്തപുരത്ത് ഒരു ലൈഫ് മിഷനിൽപ്പെട്ട ഒരാൾ പിന്നെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തു. അത് പിന്നെ ജപ്തിയായി. ഉടൻ തന്നെ സുരേഷ് ഗോപി അതിൽ ഇടപെടുത്ത് അദ്ദേഹം പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അടിയിൽ മുഴുവൻ പിണറായി വിജയനും LDFനും തെറിവിളിയാണ്, അന്തം വിട്ട തെറിവിളി. 5 ലക്ഷം വീട് ഉണ്ടാക്കി കൊടുത്ത ഒരു സർക്കാർ ഒരാളുടെ ഒരു ലോൺ കുടിശ്ശിയാവുകയും അത് ജപ്തിയാവുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട് കൊടുത്ത പിണറായി വിജയൻ പ്രതിയാകുന്ന തരത്തിലുള്ള ഒരവസ്ഥ കേരളത്തിലുണ്ട്. ഈ നരേറ്റീവ് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നിലമ്പൂർ ഞാനത് പറയില്ല. നിലമ്പൂർ എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം മീഡിയ വളരെ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് പ്രിന്റ് മീഡിയ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയ്ക്ക് ഏറ്റവും ബാലൻസ്ഡ് ആയി റിപ്പോർട്ട് ചെയ്തത് നിലമ്പൂരായിരിക്കും. നിലമ്പൂരാണ്. പക്ഷേ ഈ ആഖ്യാനം ശ്രീകുമാർ പറഞ്ഞ ഇതേ ആഖ്യാനം, എവിടെയാണ് ആശുപത്രി, എവിടെയാണ് സ്കൂള്, അതില്ലേ ഇതില്ലേ, നമ്മളൊരു കമ്പാരിസൺ എടുത്ത് നാട്ടുകാരെ ഓർമ്മിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എവിടെയാണ് റോഡ്, ഇതൊന്നും ശ്രീകുമാർ കണ്ണടച്ചാൽ ഇരുട്ടാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് 600 കിലോമീറ്റർ റോഡ് പണിയുമ്പം 6 കിലോമീറ്റർ റോഡ് കേന്ദ്ര സർക്കാർ പൊളിയുന്ന പിണറായി വിജയൻ ഉത്തരവാദിത്വം ആകുന്നുണ്ട്. അതൊക്കെ വസ്തുതകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണററി കൊടുക്കുന്ന സർക്കാരിൻ്റെ മന്ത്രിയെ തെറി വിളിക്കാൻ യാതൊരു പ്രശ്നവും ആർക്കുമില്ല. ഇതൊക്കെ ഇത്തരം കഥകൾ പറഞ്ഞു നടക്കുന്നതിന്, ആ കഥകൾ മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതിന്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കാണുന്നതിന് പറ്റിയ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ LDFന് എത്രത്തോളം
കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് LDF ആലോചിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ 2-3 പേര് പറഞ്ഞതുപോലെ LDF കാണുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്ന കാര്യമല്ല പൊതുതെരഞ്ഞെടുപ്പ് വരെ. പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു ലാർജർ സെറ്റിംഗ് ഉണ്ട്. ആ ലാർജർ സെറ്റിംഗ് വന്നു കഴിയുമ്പം ഇപ്പം നമ്മൾ നിലമ്പൂർ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട രാഷ്ട്രീയം പറഞ്ഞാലും ഏറ്റവും നല്ല സർക്കാർ കൊണ്ടു നടന്നാലും കണക്ട് ചെയ്യാത്ത എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം സതീശൻ എടുത്ത 2 തീരുമാനങ്ങളിൽ ഒരു തീരുമാനത്തിൽ അദ്ദേഹത്തിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിപ്പാണ്. കാരണം അൻവറിനെ കൂട്ടാതിരുന്നതിൻ്റെ പുറകിൽ ഒരു കാൽക്കുലേഷൻ, ഞാനത് നിലമ്പൂർ പോയിട്ട് ഞാനും ആലോചിച്ചു, എന്തിനാണ് ഒരു UDF-കാരൻ പിന്നെ ഇയാൾ വോട്ട് ചെയ്യുന്നത്, അൻവർ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരു UDF-കാരൻ ഒരിക്കലും അൻവർ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. സതീശൻ്റെ കാൽക്കുലേഷൻ വളരെ കൃത്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീകുമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്ന മതവാദ സംഘടനയ്ക്ക് നിങ്ങൾ നേതാവ് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങേയറ്റ അപകടം. ഞാൻ പറയുന്നത് LDF അടുത്ത ഇലക്ഷൻ തോറ്റാലും ഈ രാഷ്ട്രീയത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കണം. അത് ഈ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചതിൽ എനിക്ക് ഒരു സന്തോഷക്കുറവുമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഗെയിം അതൊരു വഷള ഗെയിമായിരുന്നു. നിങ്ങൾ ഈ വഷള ഗെയിം മുഴുവൻ കളിച്ചിട്ടും നിങ്ങൾ ജയിച്ചു എന്നുള്ളത് LDF ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. റൈറ്റ്. TJ ശ്രീലാൽ, ഇത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള അത്തരം വർഗീയമായ ആരോപണങ്ങൾ, ചർച്ചകൾ, തർക്കങ്ങൾ അതൊക്കെ വളരെ സജീവമായിരുന്നു അവസാന ഘട്ടം വരെ ഈ തെരഞ്ഞെടുപ്പിൽ. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അവകാശികൾ ധാരാളം പേര് വരും. അതിൽ തന്നെ സ്വാഭാവികമായും വെൽഫെയർ പാർട്ടി ഉണ്ടാകും. വെൽഫെയർ ഈ മുന്നണി വിപുലീകരിക്കാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ പാർട്ടി UDF-ൻ്റെ ഭാഗമാകുമോ? ആകാൻ ലീഗ് അത്ര എളുപ്പം അനുവദിക്കുമോ? എന്താ തോന്നുന്നു? നോക്കൂ, ഇവിടെ ലീഗ് ഇപ്പോൾ ഈ വിജയം തന്നെ, ഇപ്പോൾ ഈ നിലമ്പൂർ വിജയം തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയ വിജയമല്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു. ലീഗിന് അതിനുള്ള ഒരു വലിയ ലീഗിന്റെ വലിയ പങ്കും അത് പരസ്യമായി അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസ് വരേണ്ടി വന്നു. മലബാറിൽ കോൺഗ്രസ് ആര്യാടന കാലത്ത് നോക്കുകയാണെങ്കിൽ ലീഗിനോട് പോലും കൂട്ടി നിന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ലീഗിന്റെ ഒരു സഹായത്തോടെ പിടിച്ചെടുത്തു എന്നുള്ളതും ലീഗ് അത് പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒറ്റക്കെട്ടായി നിന്നു. ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ചു. രണ്ട് പാർട്ടികൾ ഒരു മുന്നണി ഒറ്റ ഇത് ഈ അവകാശവാദം പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയത്തിലേക്കാണ് ഈ പറയുന്ന ഹസൻ പറഞ്ഞതുപോലെ പുതിയ വെൽഫെയർ പാർട്ടി അടക്കമുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ചില ഫ്രിഞ്ച് എലിമെന്റ്സ് പോലും ഉള്ള പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യ സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത്. അപ്പോൾ ലീഗ് അവിടെ എടുക്കാൻ പോകുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അൻവറിനെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അൻവറിനെ ഉൾക്കൊള്ളേണ്ടി വരും. അത് ഉൾക്കൊള്ളേണ്ടി വരികയാണെങ്കിൽ അത് എങ്ങനെ വേണം, അക്കാര്യത്തിൽ VD സതീശൻ എന്ത് നിലപാടാണ് ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്നത്, അതിന് ചില സൂചനകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സണ്ണി ജോസഫിന്റെ നിലപാട് മാറ്റം, അതിനിടയ്ക്ക് K സുധാകരന്റെ ഒരു പ്രസ്താവന, KC വേണുഗോപാലിന്റെ പ്രസ്താവനകൾ, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നു. KC വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി നിന്നപ്പോൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ നിലപാടിന്റെ പുറത്ത് മാത്രമാണ് KC വേണുഗോപാലിന് പോലും നിലപാട് മാറ്റേണ്ടി വന്നത്. അൻവറിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് നിലപാട് മാറ്റേണ്ടി വന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് നിലപാട് മാറ്റി പറയേണ്ടി വന്നത്. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘടകകക്ഷിയെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അതും ഈ പറയുന്ന പോലെ വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഘടകകക്ഷി കൊണ്ടുവരുമ്പോൾ ലീഗിന്റെ നിലപാട് നിർണായകമാകും. അവിടെയാണ് എത്ര മേൽവഴക്കത്തോടെ VD സതീശനെ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ UDF നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും നമ്മൾ വരും ദിവസങ്ങൾ കണ്ടത്. തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന മറ്റ് പ്രതിസന്ധികൾ, ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു വിഭാഗം ഈ കോൺഗ്രസ് ഉണ്ട്, ഈ യുവനേതാക്കൾ എന്ന് പറയുന്ന ഈ ഒരു യുവവൃന്ദം, ഇവർ ചെയ്യുന്ന തലത്തിൽ മതിയോ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇവർ ചെയ്യുന്ന രീതിയിലാണോ ഈ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് അഡ്രസ് ചെയ്യേണ്ടി വരും. കാരണം ഈ പറയുന്ന പല സന്ദർഭങ്ങളിലും ഇവരുടെ ചില ഇടപെടലുകൾ, ഇവരുടെ നടപടികൾ, ഇവരുടെ നിലപാടുകൾ, ഇതൊന്നും കോൺഗ്രസ് ഇതുവരെയും പരിചിതമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ശ്രീലാൽ, അതൊരു വിജയിച്ച മാതൃക എന്ന മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവരൊക്കെ VD സതീശന്റെ ആർമി എന്ന നിലയ്ക്ക് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നതും. തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ വലിയ വിജയം അവർക്കുണ്ടാക്കാം. ഇപ്പോൾ വടകരയിലാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാടാണെങ്കിലും ഒക്കെ വലിയ വിജയം ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതായിരിക്കും മാതൃക എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? അവിടെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് മാതൃകയെങ്കിൽ കോൺഗ്രസിന് അത് വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യം സംശയമുണ്ട്. കാരണം ഈ മാതൃക കോൺഗ്രസ് ചേർന്നാൽ
ഒരു പക്ഷേ ഒന്നോ രണ്ടോ തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലോ ഈ മാതൃക വിജയിച്ചു വന്നു വരാം. പക്ഷേ ഇപ്പോൾ ഒരു വാഹനം പോകുന്നു, ആ വാഹനത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. അത് ഏത് തെരഞ്ഞെടുപ്പിലും, ഉപതെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഏത് തെരഞ്ഞെടുപ്പായാലും നടക്കുന്ന സംഭവമാണിത്. അവിടെ പെട്ടിയുമായി തൊട്ടപ്പുറത്ത് ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ പെട്ടിയുമായി പോകുന്നു, ആ തടഞ്ഞു നിർത്തുന്നു, പെട്ടിയെടുത്ത് റോഡിൽ വെച്ച് ഒരു എന്തിനു വേണ്ടിയായിരുന്നു ആ സീൻ ഉണ്ടാക്കുന്നത്? റീലിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇത്തരം സാധനങ്ങൾ മറികടന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും ചെയ്യാതെ ഈ പറയുന്ന നിലമ്പൂരിൽ നന്നായി പ്രവർത്തിച്ച ഒരു യുവനേതാവുണ്ട്, നമ്മൾ അധികം കാണാതെ പോകുന്ന ഒരു നേതാവുണ്ടല്ലോ, അദ്ദേഹം 3000-ഓളം വീടുകൾ അവിടെ കയറി ഇറങ്ങി അദ്ദേഹം പ്രചാരണം നടത്തിയിട്ടുണ്ട്, ചാണ്ടിയുമ്മൻ. അവസാനം ചാണ്ടിയുമ്മനെ നമ്മൾ രംഗത്ത് കാണുന്നത് ഈ പറയുന്ന കലാശക്കൊട്ടിൽ ആളുകൾ തോളിലേറ്റുമ്പോഴാണ്. അതുവരെയും അത് എടുത്ത് പറയണം ശ്രീലാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ LDF-ന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ചാണ്ടി ഉമ്മന്റെ പ്രചാരണം അത് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് LDF വിലയിരുത്തിയിരുന്നു. അതാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി നിന്ന്, താഴെത്തട്ടിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന യുവ നേതാക്കളുമുണ്ട്, അതേസമയം ഇത്തരത്തിലുള്ള ചില റീൽ നേതാക്കളുമുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസിന് പരിശോധിക്കേണ്ടി വരും. ഇവരെല്ലാം ഇങ്ങനെ കൈറൂരി വിട്ടുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയി വലിയ വിജയങ്ങൾ കൊയ്യാമെന്ന് എന്തോ എനിക്ക് അക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അത് തീർച്ചയായും ശ്രീകുമാർ, അതാണ് ഒരു ചർച്ചയായ വിഷയം. ഈ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഇടതുമുന്നണിക്ക് സ്വാഭാവികമായി ആ സ്ഥാനാർത്ഥിയോടുള്ള അടുപ്പം കൊണ്ടോ സ്ഥാനാർത്ഥിയുടെ ആ നിലയ്ക്ക് ആ മേഖലയുമൊക്കെ ആയുള്ള ബന്ധം കൊണ്ടോ ഒക്കെ കൂടിയായിരിക്കുമല്ലോ ആ പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത്. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകുമ്പോൾ അവർക്കൊക്കെ എതിരെ, ഇപ്പോൾ KR മീരയെ പോലെയുള്ള എഴുത്തുകാർക്കൊക്കെ എതിരെ നടന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിൻ്റെയൊക്കെ വിജയം എന്നുകൂടി കോൺഗ്രസ് വിലയിരുത്തുമോ? അല്ല, ഇതിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലൊരുപാട് ഘടകങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ എഴുത്തുകാർ വന്നിട്ട് അവിടെ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി ജയിക്കണം, അദ്ദേഹം വളരെ പരന്ന വായനയുള്ള ആളാണ്, പ്രസംഗകനാണ് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ തിരിച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട് ഈ എഴുത്തുകാരുടെ. നിങ്ങൾ അക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രതികരിച്ചില്ലല്ലോ, അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണോ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് വൈശാഖ മാഷ് അവിടെ LDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറഞ്ഞപ്പം കൽപ്പറ്റ നാരായണ മാഷ് വൈശാഖൻ എന്തിനാ എഴുത്തുകാരുടെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചത്. നിങ്ങൾ CPM വോട്ടിനെ ചെയ്തോളൂ, ഇത് അവർ തമ്മിലുള്ള തർക്കം, അതൊക്കെ ഇങ്ങനെ വരും. കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കേട്ടോ. അവർ തമ്മിൽ ഇത് അവർക്കും അവരുടെ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അതിനകത്ത് നാരായണ മാഷ് ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. അദ്ദേഹം ആ ദിവസം തന്നെ അവിടെ പരിപാടിയിൽ ഷൗക്കത്തിന് വേണ്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതല്ല പറഞ്ഞേ. വൈശാഖ മാഷ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, കേരളത്തിലെ എഴുത്തുകാർ അവരുടെ പിന്തുണ മൊത്തത്തിൽ എന്ന രീതിയിൽ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയ്ക്കെതിരെയാണ് പറഞ്ഞത്. വൈശാഖ മാഷ് അവിടെ പോയി പ്രസംഗിക്കുന്നതിലോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി പ്രസംഗിക്കുന്നതിലോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഓരോ എഴുത്തുകാർക്കും അവരുടെ രാഷ്ട്രീയമുണ്ട്, അത് അവർ തീരുമാനിച്ചോട്ടെ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് കൽപ്പറ്റ മാഷ് അല്ലെങ്കിൽ ഇതിന് മുമ്പും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് UDF താല്പര്യമുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന ഒരാളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ അതൊക്കെ സാഹിത്യകാരന്മാരുടെ തർക്കത്തിലൊന്നും പ്രശ്നമില്ല. ഇതിനകത്ത് പ്രശ്നം അതിനുശേഷം അങ്ങോട്ട് നടന്ന രൂക്ഷമായ സൈബർ ആക്രമണമാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ തന്നെ. ആ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും അതൊക്കെ വിജയം കാണുന്നു എന്ന് തന്നെയാണല്ലോ വിലയിരുത്തപ്പെടുന്നതും. ഇപ്പോൾ ആ മോഡലിന് പാലക്കാട് വിജയം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ആ മോഡലിന് ഇനി അങ്ങോട്ടും വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നിലമ്പൂരും വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് ഇനി അങ്ങോട്ടുള്ള മാതൃക എന്ന നിലയ്ക്കൊക്കെ വിലയിരുത്തി പോയാൽ വലിയ എതിരാളികൾക്കും ഒക്കെ വലിയ സങ്കടകരമായ സാഹചര്യം ഉണ്ടാക്കും. ഒരിക്കലും, അതായത് UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ നിലപാടൊക്കെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയാൻ നേതാക്കളാരും ശ്രമിക്കാറുമില്ല. അതിന് സംവിധാനമുള്ളൊരു പാർട്ടി CPM ആയിരുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞു കോൺഗ്രസ്സിലൊരു യുവ വിഭാഗത്തിൻ്റെ ആ ഒരു പെട്ടി പരിശോധിച്ചപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ ഏത് തരത്തിലുള്ള ഘടകവും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടക്കും. അതൊന്നും പുതുമയുള്ള കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണാതിരുന്ന ഒരു സവിശേഷത ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിലെ ഒരു യുവനിര, യൂത്ത് കോൺഗ്രസ് നിര തന്നെ വെച്ചോളൂ, അല്ലെങ്കിൽ MLA-മാരുടെ യുവനിര, ചെറുപ്പക്കാരായ യുവനിരയും ഈ
യൂത്ത് ലീഗും, അതായത് മുസ്ലിം ലീഗിൻ്റെ യുവവിഭാഗമായ യൂത്ത് ലീഗും MSFും KSUവും ഒക്കെ മലബാർ മേഖലയിൽ അവരൊരു വലിയ ശക്തിയായിട്ട് രൂപം കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ ഒരു, അതായത് ഇപ്പോൾ PK ഫിറോസും ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും വിഷ്ണുനാഥും എല്ലാവരും കൂടെ മറ്റേ നമ്മളുടെ സന്ദീപ് വാര്യരും എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ പോവുക, ഇതൊക്കെ ഒരു ആവേശമൊക്കെ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് യുവാക്കളുടെ ഇത് കിട്ടാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലൊരു ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുമ്പോൾ അവരവിടെ അവരുടേതായൊരു വൈകാരികമായൊരു രോഷം പ്രകടിപ്പിക്കുമ്പോൾ അത് വോട്ടിലൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ തന്നെ അതിൽ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക. അതായത് ശ്രീലാൽ കണ്ടിട്ടും കാണാതിരുന്ന കാര്യമാണത്. അവിടെ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, മന്ത്രി രാജൻ ഇപ്പോൾ ഇതിലേ പോയില്ല, അപ്പോൾ നിങ്ങൾ പരിശോധിച്ചില്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരക്കുള്ളതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് കൂടുതൽ ഈ യുവ നേതാക്കളുടെ അഭിപ്രായം കൂടുതൽ സമൂഹം അംഗീകരിക്കുന്നത്. അല്ല, അവിടെ നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട അതായത് മന്ത്രിമാരുടെ വാഹനം അടക്കം അവിടെ പരിശോധിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിപ്പോൾ അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ കരുതാനാവില്ല. പക്ഷേ ഈ കേവലം അഗ്രസീവായ രീതി എന്ന് പറഞ്ഞ് ഒഴിയാനാവുന്നതിനപ്പുറത്ത് സഭ്യമല്ലാത്ത പ്രയോഗങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ മുതിർന്ന നേതാക്കൾ എന്ന് വെച്ചാൽ യുവ നേതാക്കൾ നടത്തിയിരുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. എന്തായാലും അതൊരു വിജയിച്ച മാതൃകയായി കോൺഗ്രസ് കണക്കാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. KJ പറഞ്ഞോ ശ്രീകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചോ. അതായത് അല്ലല്ല, അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും കോൺഗ്രസ് നേതൃത്വമായിട്ട് ബന്ധിപ്പിക്കല്ലേ. VD സതീശനെതിരെ നടത്തിയ കമൻറ്റുകൾ നമുക്ക് അറിയാമല്ലോ ഹർഷ. അതുപോലെ കോൺഗ്രസിലെ യുവ വനിതാ നേതാക്കന്മാർ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ അവസാനം CPM തന്നെ പേരെടുത്ത് പറയാവുന്ന മുതിർന്ന നേതാക്കൾ, ഞാനിപ്പോൾ ഇനി നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ വിമർശനത്തിനപ്പുറത്ത് സഭ്യമല്ലാത്ത പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കത് സംസാരിച്ച് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ തിരിച്ചു വരാം KJയിലേക്ക് ഒരിക്കൽ കൂടി. KJ, ഇനി എങ്ങനെയാണ് ഞാൻ അതെ തീർച്ചയായും അത് പാടില്ല, അത് തന്നെയാണ്, അത് അവസാനിപ്പിക്കേണ്ടതാണ്. KJ, ഒരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഈ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെയും UDFൽ ഘടകകക്ഷിയാകണം എന്നുള്ള ആ തീരുമാനം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഒക്കെ തന്നെയാണ്. അത് കുറേ കാലമായി അവർ ശ്രമിക്കുന്നുണ്ട്. 2019 ശേഷം തുടർച്ചയായി ആ UDFൻ്റെ ഘടകകക്ഷിയാകാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അത് ഏതാണ്ട് വിജയത്തിലെത്തി എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടെ കരുതാമോ, അതോ ലീഗ് ആ കാര്യത്തിൽ ഒരു ഉടക്ക് വയ്ക്കുമോ? ലീഗ് മാത്രമല്ല, ലീഗും കോൺഗ്രസും അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൻ്റെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിക്ക് UDFന് പിന്തുണ കൊടുക്കാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. വെൽഫെയർ പാർട്ടിക്ക് UDFന് പിന്തുണ കൊടുക്കാം, UDFന് വോട്ട് വാങ്ങാം, ഇതൊക്കെ വളരെ ലെജിറ്റിമേറ്റായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് അവരുടെ ഭരണഘടന പ്രകാരം തന്നെ അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അവർ വയലൻസ് നടത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവർ വിശ്വസിക്കുന്നത് അവരുടെ നിയമപ്രകാരം, അവരുടെ നിയമത്തിനപ്പുറത്തേക്ക് മറ്റൊരു നിയമവുമില്ല, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അതിൻ്റെ സെക്കൻഡറിയാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിയുമ്പം അവർ പ്രത്യേകിച്ചൊരു സെക്യുലർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുമ്പം ഒരു മതവാദ സംഘടന, ഇപ്പം നമ്മൾ ബേസിക്കലി കേരളത്തിൽ LDFും UDFും രണ്ടും സെക്യുലർ പ്ലാറ്റ്ഫോമുകളാണ്. മുസ്ലിം ലീഗിനെ ഒരു സാമുദായിക കക്ഷി എന്നുള്ളതല്ലാതെ ഒരു വർഗീയ കക്ഷിയായിട്ട് ആരും കണക്കാക്കുന്നില്ല. മതരാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമല്ല. മതം അവർ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മതപരമായ കാര്യങ്ങൾ അവർ കൊണ്ടു നടക്കുമ്പോഴും ഒരു രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അവർ പറയുമ്പം അവർ മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് VD സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാറില്ല. അവരുടെ ഭരണഘടനയിൽ ഒരു വ്യത്യാസവും ഇല്ല. അവരുടെ അമീറിൻ്റെ പ്രസ്താവനയല്ല അത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ എനിക്ക് ഇപ്പോൾ RSSൻ്റെ നേതാവിൻ്റെ പല പ്രസ്താവനകൾ കണ്ടുമ്പോൾ നമുക്ക് പോയി RSS ചേരാൻ വേണ്ടി തോന്നും. അതാണ് അവർ ശരിക്കും ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയല്ലല്ലോ. അങ്ങനത്തെ ഒരു സംഘടനയെ UDFൽ കൊണ്ടുവന്ന് UDFൻ്റെ പോളിസി നിശ്ചയിക്കുന്ന ഒരു വേദിയിൽ അവരിയ്ക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനെ RSSൻ്റെയും BJPയുടെയും കയ്യിൽ കൊണ്ടേ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. 2020 പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഇങ്ങനൊരു നീക്കം നടന്നു കഴിഞ്ഞപ്പം പിണറായി വിജയൻ
വളരെ രൂക്ഷമായിട്ട് അതിനെ എതിർത്തു. സാധാരണഗതിയിൽ UDFിൽ ഒരു കക്ഷി പോകുന്നതിന് പിണറായി വിജയൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പോയിന്റ് വളരെ സിമ്പിളായിരുന്നു. UDF എന്ന പ്ലാറ്റ്ഫോം ഒരു കമ്മ്യൂണൽ പ്ലാറ്റ്ഫോമായിട്ട് മാറും. അത് ശ്രീകുമാറിന് പോലും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. UDFിൻ്റെ ഏകോപന സമിതിയിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരംഗം ഉണ്ട് എങ്കിൽ ആ പ്ലാറ്റ്ഫോം മതവാദികളുടെ പ്ലാറ്റ്ഫോമായി മാറി എന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ യാതൊരു ശ്രീകുമാർ, ആ കാര്യത്തിൽ അതിലെന്താണ് പറയാനുള്ളത്? ഇതിൽ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട്, അപ്പോൾ അവരുടെ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു VD സതീശൻ്റെ ഒരു ശക്തി കൊണ്ടും ശേഷി കൊണ്ടും ലളിതമായി അവരെ ഈ വെൽഫെയർ പാർട്ടിയെ UDFിനൊപ്പം ചേർക്കാൻ കഴിയും. അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഹർഷൻ, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോഴേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അവരുടെ ആ പഴയ രീതിയിലുള്ള അവരുടെ ചില സിദ്ധാന്തങ്ങളൊക്കെ അവരുപേക്ഷിച്ചു എന്നൊരു പ്രസംഗവും പ്രവൃത്തിയിൽ അവരത് കാണിച്ചു തന്നിരുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നമ്മുടെ UDFിലാണെങ്കിലും LDFിലാണെങ്കിലും പ്രമുഖ കക്ഷികളായ കോൺഗ്രസും CPM എടുക്കുന്ന നിലപാട് ഏതാണ്ട് ഒരേ രീതിയിലാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ CPM ബന്ധം സ്ഥാപിച്ചു. വോട്ട് കിട്ടിയിട്ടുണ്ട്. നടരാജന് അവരുടെ MP പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഓഫീസിൽ പോയിട്ട് നന്ദി പറയുന്നതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ രാജസ്ഥാനിലുണ്ട്. അപ്പോൾ CPMൻ്റെ കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം കേട്ടോ, ഇതിൽ ആരെയും അവർ ഘടകകക്ഷി കാക്കില്ല എന്നുള്ളത് 100% സത്യമാണ്. അവരുടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടി 2 ആഴ്ച മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, നയപരമായ കാര്യമൊക്കെ വേറെയാണ്, പക്ഷേ ആ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങളത് സ്വീകരിക്കുന്നു. ഇതേ നിലപാട് ഞാൻ ചോദിക്കുന്നത് അതിനപ്പുറത്ത് ഒരു അസോസിയേറ്റ് മെമ്പർ ആയിട്ടാണെങ്കിൽ കൂടി ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ UDF ഒപ്പം ചേർക്കുമോ? ഞാൻ ചോദിക്കുന്നത് കൃത്യമായി ഇപ്പോൾ LDFോ മറ്റാരെങ്കിലുമോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കുക. പക്ഷേ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് ആദ്യം പറയുന്നയാൾ VD സതീശനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല VD സതീശൻ അല്ല, അതാണ് പറഞ്ഞത്. ഈ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമികൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതായത് അത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗമൊന്നും നിങ്ങൾ ആരും അടുത്ത കാലത്ത് കേട്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. തൊട്ടു മുമ്പ് നടക്കുന്ന പ്രസംഗങ്ങളിൽ പോലും ഈ ജനാധിപത്യം ശിർക്കാണെന്നും മതനിരപേക്ഷത ശിർക്കാണെന്നും അവർ പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ ഡൽഹിയിൽ കണ്ട GIOക്കാരുടെയും SIOക്കാരുടെയും സമരത്തിൽ, ഈ തൊട്ടടുത്ത കാലത്ത് 3 വർഷം മുമ്പ് ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം ഡൗൺ സെക്യുലറിസം എന്നുള്ളതാണ്, ഡൗൺ ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ അവിടെ മുദ്രാവാക്യം നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരിതൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ജാതി വിരുദ്ധരായ പ്രസ്ഥാനം എന്ന് പറയുന്നത് RSS ആണെന്ന് നമ്മളങ്ങ് സമ്മതിക്കേണ്ടി വരും. നോക്കൂ ഹർഷൻ, ഈ RSSനെ കുറിച്ചാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണെങ്കിലും PDP കുറിച്ചാണെങ്കിലും CPMന് വ്യത്യസ്തമായ നിലപാട്, അവർ ഓരോ ഘട്ടത്തിലും ഓരോ നിലപാടെടുക്കുന്ന നമുക്കറിയാമല്ലോ. അല്ല, ഞാൻ കോൺഗ്രസിന്റെ നിലപാടാണ് ചോദിച്ചത്. കോൺഗ്രസിന്റെ നിലപാട് CPMന് അങ്ങനെ ഒരു തീരുമാനമുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടതാണ്. പക്ഷേ CPM ഒരിക്കലും ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത് VD സതീശനാണ്. മാത്രമല്ല UDFിലേക്ക് അവരെ സ്വാഗതം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമാണ് എല്ലാവർക്കും ഉള്ളത്. അല്ല ഹർഷൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ വോട്ട് സ്വീകരിക്കാൻ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരു ശക്തിയാണെന്ന് നമ്മളെയൊക്കെ ഉപദേശിച്ചത് CPM ആണ്. ആ ഉപദേശം ഇപ്പോൾ കോൺഗ്രസ് എടുത്തു. അപ്പോൾ കോൺഗ്രസ് എടുത്തപ്പം അവർ പറഞ്ഞത് അത് ശരിയല്ല, അത് CPM പറഞ്ഞു. അത്രേ ഉള്ളതിൻ്റെ കാര്യം. ഒന്ന്. രണ്ടാമത്തേനും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രസ്താവന, അതിന്റെ ഗൗരവത്തിൽ താങ്കൾ അത് എടുക്കുന്നില്ല, അല്ലെങ്കിൽ തന്ത്രപരമായി അത് ഒഴിവാക്കുന്നു എന്ന് ഞാനങ്ങ് കരുതും. ഉണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മതരാഷ്ട്രവാദം എന്നുള്ള അവരുടെ പഴയ തീരുമാനം അവരിപ്പോൾ അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് ഇതുവരെ പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കുകയാണ്. നമുക്ക് ആ ചർച്ച ഇനി എന്തായാലും സജീവമായി വരാനിരിക്കുന്നതാണ്. സ്വാഭാവികമായും അസോസിയേറ്റ് മെമ്പറോ ഒക്കെ ആയി UDFിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ എടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ ചർച്ച വരും. ആ സമയത്ത് നമുക്ക് വിശദമായി അതിലേക്ക് കിടക്കാം. എന്തായാലും തൽക്കാലം ഈ
വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി, വിലയേറിയ നിങ്ങളുടെ ആലോചനകൾ തന്നതിന് നന്ദി ശ്രീ CL തോമസ്, KJ ജേക്കബ്, TJ ശ്രീലാൽ, N ശ്രീകുമാർ.